ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ സ്റ്റൂ ആണ്. മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ മട്ടണാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു മീഡിയം കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തത്. പിന്നെ നമുക്കിതിന് വേണ്ടത് 2 സവോള നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞത്, 8 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 1 ഇഞ്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, ചതച്ച കുരുമുളക്, 1 തക്കാളി 4ആയി മുറിച്ചത്, 4-5 പീസായിട്ട് മുറിച്ചത്, വെളിച്ചെണ്ണ, വിനാഗിരി, അല്പം നെയ്യ്. പിന്നെ നമുക്ക് ആവശ്യം പുതിന ഇല, പൊടിച്ച മസാല, ഹോൾ മസാല പൊടിച്ചത്, പിന്നെ ഹോൾ മസാല പൊടിക്കാത്തത്. ഇത് മുഴുവനായിട്ട് 2 കറുവായുടെ ഇലയും 2 കഷ്ണം കറുവാപ്പട്ടയും 3 ഗ്രാമ്പൂവും 2 ഏലക്കായും. പിന്നെ നമുക്ക് ഉപ്പ് വേണം. പിന്നെ ലാസ്റ്റ് വറുത്തിടാനായി 2-3 ചെറിയ ഉള്ളി അരിഞ്ഞതും, അല്പം ഉണക്കമുന്തിരിങ്ങയും, കാഷ്യൂനട്ടും കറിവേപ്പിലയും. പിന്നെ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന മെയിൻ സാധനം മട്ടൺ തേങ്ങാപ്പാലിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടി 500 ml 1/2 ലിറ്ററോളം വളരെ കനം കുറഞ്ഞ തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാലിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 1.5 ടേബിൾ സ്പൂൺ 500 ml വെള്ളത്തിൽ കലക്കിയതാണിത്. നമുക്കിനി വേണ്ടത് കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അതിന് ഞാനൊരു 100 ml വെള്ളത്തിൽ 1.5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പൊടി കലക്കിയെടുത്താണിത്. ഇനി നമുക്ക് ഈ മട്ടൺ സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ മട്ടൺ മേടിക്കുമ്പോൾ ചില മട്ടണൊക്കെ ഒരു സ്മെല്ല് കാണും കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പം എൻ്റെ ഒരു ടിപ്പ് ഇതാണ്. നമ്മൾ ഈ മട്ടൺ ആദ്യം അല്പം എണ്ണയൊഴിച്ച് പുതിനയിലിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കും. മുഴുവൻ വേവിക്കേണ്ട, വളരെ ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ ആ സ്മെല്ല് മാറിക്കിട്ടും. ഇനി നമുക്ക് പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച്, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലോ വേറെ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അല്പം ഓയിൽ ഇപ്പോൾ ഒഴിക്കുക. ഇനി ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുതിനയുടെ ഇല ഇട്ട് കൊടുക്കുക. പുതിനയില ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മട്ടൺ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ഇളക്കി ഇതല്പം ജസ്റ്റ് കളറ് മാത്രം മാറിയാൽ മതി. ഒരു 2 മിനിറ്റ് സമയം നമുക്കിത് ഇങ്ങനെ മൂപ്പിച്ചെടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഇട്ടാൽ മതി. ഈ പുതിനയില കിടന്ന് ഈ മട്ടൺ കഷ്ണങ്ങളുടെ കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ആകുന്നിടം വരെ മാത്രം. ഇതാണ് ഇതിൻ്റെ കണക്ക്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി ഞങ്ങൾ കോട്ടയംകാർ ഒക്കെ പറയും മട്ടനൊരു മുഷിക്ക് മണം ഉണ്ടായിരുന്നു. വേറെ എല്ലാ സ്ഥലത്ത് എന്താ പറയുന്നത് എനിക്കറിയില്ല. കോട്ടയത്തൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്, മട്ടനൊരു മുഷിക്ക് മണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പറയുന്ന സ്മെല്ലാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. ആ സ്മെല്ല് മാറിക്കിട്ടും. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മട്ടൺ കഷ്ണങ്ങൾ മാറ്റിയ ശേഷം നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ ബാക്കി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ഹോൾ മസാല ഇട്ട് കൊടുക്കാം. മസാല മൂത്ത് കഴിയുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കുക. സവാള നന്നായി വേഗം വഴന്ന് കിട്ടുന്നതിനായിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. ബാക്കി ഉപ്പ് നമുക്ക് പിന്നെ ചേർക്കാവുന്നതാണ്. സവാള പകുതി വഴന്ന് കഴിയുമ്പോൾ
എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി നന്നായി വഴകാനുള്ള ടൈം കൊടുക്കുക. ഇതൊരു നന്നായി വഴകാനായിട്ടൊരു 4-5 മിനിറ്റ് എടുക്കും. ഈ സ്റ്റൂ നമുക്ക് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ കുക്കർ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ കറി വെക്കുകയാണെങ്കിൽ ഈ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് ഒരു അല്പം കൂടെ മുൻപിൽ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ കുക്കർ ഉപയോഗിക്കാത്തത്. ഇടയ്ക്ക് ഇത് ഇളക്കിയൊക്കെ കൊടുക്കണം. ഇപ്പോൾ ഇതായിട്ടുണ്ട് ഏകദേശം. നമുക്കിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മട്ടൺ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഇവിടെ ഞാൻ തേങ്ങാപ്പാൽ 500 ml ആണ് എടുത്തിരിക്കുന്നത്. കുക്കറിലാണെങ്കിൽ അതൊരു 250 ml ആവശ്യമുള്ളൂ. ഇത് കുറച്ച് സമയം ഒരു അരമണിക്കൂറെങ്കിലും ഇത് അടുപ്പിലിരുന്ന് ഈ മട്ടൺ കഷ്ണങ്ങൾ നന്നായിട്ട് വേകണം. അതുകൊണ്ടാണ് അത്രയും കൂടുതൽ തേങ്ങാപ്പാൽ ഞാൻ ചേർത്തത്. പാനിൽ ഈ മട്ടൺ വേകാനായിട്ട് ഒരു 30 മിനിറ്റോളം സമയമെടുക്കും. അതേസമയം നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 10-15 മിനിറ്റ് സമയം കൊണ്ട് മട്ടൺ നന്നായി വെന്ത് കിട്ടും. അപ്പം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ മതി കുക്കറിൽ. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ബോയിൽ ചെയ്യിക്കാം. ഇപ്പോൾ ഈ കറി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് വീണ്ടും പാത്രം അടച്ചു വെച്ച് ഫ്ലെയിം സിമ്മിലിട്ട് ഒരു അരമണിക്കൂർ ഓൾമോസ്റ്റ് 25-30 മിനിറ്റ്സ് സമയമെടുക്കും മട്ടൺ വേകുന്നതിന് വേണ്ടി. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് കറിയൊന്ന് നോക്കിക്കോണം. ഒരു 2-3 പ്രാവശ്യം പാത്രം തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇപ്പം ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായി ചാറൊക്കെ കുറുകി മട്ടൺ കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും മുറിച്ച് വച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പതുക്കെ ഇളക്കി നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഈ കറിക്ക് അല്പം ചാറ് വേണം. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇച്ചിരി ചാറ് ഉള്ളത് ആണ്. അതുകൊണ്ട് ഒരു ശകലം നീണ്ടു തന്നെയാണ് ഈ കറി ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യുക. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി നന്നായി ചൂടായാൽ മതി. അതിന് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ചെറിയ പാനിൽ അല്പം നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒരു പകുതി മൂത്ത് കഴിയുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൂപ്പിച്ച ഉള്ളിയൊക്കെ ചേർത്തതിന് ശേഷം പാത്രം നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ കറി ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക്
പാലപ്പത്തിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയൊക്കെ ഈ കറി വളരെ രുചികരമാണ്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നമ്മുടെ രുചികരമായ മട്ടൺ സ്റ്റൂ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറേ കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് പൊട്ടറ്റോയും ക്യാരറ്റും കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ ചേർത്തിട്ടില്ല. പൊട്ടറ്റോയും ക്യാരറ്റും ചേർക്കുമ്പോൾ ഇത്രയും രുചി കാണില്ല, ഇച്ചിരി രുചി ഇതിലും കുറവായിരിക്കും. പിന്നെ ഞാനിതിവിടെ ഇത് സെർവ് ചെയ്യുന്നത് നെയ്പത്തിരിയുടെ കൂടിയാണ്. ഇത് അപ്പം പത്തിരി നെയ്പത്തിരിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്ന നല്ലൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റുകൾ അറിയിക്കണം. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.